ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൾച്ചർ കഫേയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഒരു ഫുഡ് വ്ളോഗുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കൈ കൊണ്ട് എടുക്കാൻ നോക്കുന്നത് നല്ല ചൂട് കരിമീൻ പൊള്ളിച്ചതാണ്. അപ്പോൾ കൈ കൊണ്ട് എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം കരിമീനൊക്കെ പൊള്ളിച്ചത് നമ്മൾ കൈ കൊണ്ട് തന്നെ കഴിക്കണം. പക്ഷെ നല്ല ചൂടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ സ്പൂണൊക്കെ വെച്ചൊന്ന് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ കരിമീൻ പൊള്ളിച്ചത് എങ്ങനെ ഉണ്ടാക്കാം, വീട്ടിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു 6 കരിമീൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 10 എണ്ണം മൊത്തം മേടിച്ചു. അതിനകത്ത് 6 എണ്ണം നമ്മൾ പൊള്ളിക്കാനായിട്ട് എടുത്തു. അത് അമ്മ നന്നായിട്ട് വരഞ്ഞെടുക്കുന്നുണ്ട്. നമ്മളത് മേടിക്കുമ്പോൾ തന്നെ അവർ തന്നെ അതൊന്ന് ഡ്രസ്സ് ചെയ്ത് അതിൻ്റെ മേളിലത്തെ ചതമ്പിലും ബാക്കി തൊലിയെല്ലാം ഒന്ന് മാറ്റിയിട്ട് തന്നെ തന്നത്. അപ്പോൾ നമ്മളതൊന്ന് വരഞ്ഞെടുത്തതിന് ശേഷം നമുക്കതിലേക്കൊരു അരപ്പ് പുരട്ടണം. ആദ്യം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് പൊള്ളിക്കാൻ എടുക്കുന്നത്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, ആ അരപ്പെല്ലാം കൂടെ അരച്ച് നമ്മൾ പുരട്ടി വെക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, ഇത്രയും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഒരല്പം വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഈ ഒരു വിധത്തിൽ പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്കത് നമ്മളെടുത്ത് വെച്ചേക്കുന്ന മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. എപ്പോഴും നന്നായിട്ടൊന്ന് സൂക്ഷിക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ നിറയെ അതിൻ്റെ മുള്ള് കൊണ്ട്, ഇതിൻ്റെ മുള്ളെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല മൂർച്ചയുള്ളതുപോലെ ആ വായുടെ അവിടെയൊക്കെ തേക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സൂക്ഷിക്കണം. ഇത് പുരട്ടി കഴിഞ്ഞപ്പോൾ എൻ്റെ കൈയുടെ പല ഭാഗത്തും മുറിവായി. അപ്പോൾ അതുകൊണ്ട് ഒന്ന് നോക്കി ചെയ്തോണേ. പിന്നെ അതിനകത്ത് ഞാൻ കുറച്ച് ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മളതൊന്ന് നന്നായിട്ട് പുരട്ടിയെടുക്കുന്നുണ്ട്. പുരട്ടിയെടുത്തതിന് ശേഷം എന്ന് വെച്ചാൽ ഒരു പാതി ഭാഗം നമ്മളൊന്ന് പുരട്ടിയെടുത്തിട്ട് ഇതൊന്ന് ക്രിസ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരല്പം കോൺഫ്ലവർ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് ഓരോ മീനായിട്ട് എടുത്ത് അതിൻ്റെ വരഞ്ഞ ഭാഗത്തേക്കെല്ലാം നന്നായിട്ട് ആ മസാല പുരട്ടി. സമയം എന്ന് പറയുന്നത് നമുക്കുള്ളത് പോലെയാണ്. ഞാനിതൊരു 1 മണിക്കൂറിൽ കൂടുതൽ എന്തായാലും വെച്ചിട്ടുണ്ടാവും. എത്ര സമയം വെക്കുന്നോ അത്രയും നല്ലത്. നമ്മുടെ മീനിലേക്ക് ആ എരിവും എല്ലാം ഉപ്പും എല്ലാം നന്നായിട്ട് പിടിച്ചു കിട്ടും. അപ്പോൾ നമ്മുടെ മീൻ ഒരുവിധം വരഞ്ഞൊക്കെ മാറ്റി വെച്ചു. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതിനുള്ള മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് പറയാം. നമ്മുടെ സവോള ഒരു 2.5 വലിയ സവോളയാണ് എടുത്തേക്കുന്നത്. അത് നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് 3ഉം കൂടെ ഒരുമിച്ചാണ് കേട്ടോ വെച്ചേക്കുന്നത്. ഇത്രയും, പിന്നെ കറിവേപ്പിലയും വേണം. അപ്പോൾ നമുക്ക് മസാല ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ എടുത്തു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. കേരളത്തിൻ്റെ സ്വന്തം ഡിഷായതുകൊണ്ട് തന്നെ നമുക്ക് വെളിച്ചെണ്ണ അല്ലാണ്ട് വേറെ ഒന്നിനെ പറ്റി ആലോചിക്കേണ്ട. വെളിച്ചെണ്ണ തന്നെ എടുക്കാം. വെളിച്ചെണ്ണ എടുത്ത് അതൊന്ന് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊരുമിച്ച് നമ്മൾ അരിഞ്ഞു വെച്ചില്ലേ, അരിഞ്ഞെന്ന് വെച്ചാൽ നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പം അതൊന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോള നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളൊന്ന് നോക്കുക. ചില സവോളയ്ക്ക് ഭയങ്കര മധുരമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അളവൊന്ന് കുറച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് സ്പൈസ് ലെവലെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിതൊരു മീഡിയം സ്പൈസിലാണ് ചെയ്തേക്കുന്നത്. കാരണം സായിക്ക് കൂടെയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ സായി ഉണ്ടായിരുന്നു, കൗസും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ കൂടെ കഴിക്കാനായിട്ട് ആവശ്യത്തിന് ഒരു മീഡിയം സ്പൈസ് ലെവലിലാണ് ഞാനത് ചെയ്തെടുത്തത്. അപ്പം നമുക്ക് ചെറിയുള്ളി സവോളയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഒരു ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്തേക്ക് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സവോള വേഗം വഴണ്ടി കിട്ടും. ഇതിൽ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ നേരത്തെ നമ്മുടെ മീനിലും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് പുരട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കുമ്പം കൂടി പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ വീഡിയോ എടുക്കാനായിട്ട് എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്തത് ചേച്ചിയാണ് ഇതിൻ്റെ ഈ ടോപ്പ് ഷോട്ട് എല്ലാം എടുത്തേക്കുന്നത്. കയ്യിൽ വെച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ നമ്മുടെ ഒരു 10 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോൾ ഈ രീതിയിൽ നന്നായിട്ട് റെഡി ആയിട്ട് വരും നമ്മുടെ സവോള. അപ്പോൾ അതിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ അളവിൽ മുളക് പൊടി. ഇത് കാശ്മീരി മുളകല്ല കേട്ടോ, നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ 1 സ്പൂൺ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും 1 സ്പൂൺ തന്നെയാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ളത് കുരുമുളക് പൊടി ഞാൻ
ഒരു പിടി അല്ലെങ്കിൽ ഒരു അര സ്പൂൺ അളവിൽ നമുക്ക് ചേർക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി എൻ്റെ ഈ പൊടികളെല്ലാം ഞാൻ ഇപ്പം മുളക് പൊടി ആയാലും മല്ലിപ്പൊടി ആയാലും ഞാൻ വറുത്ത് വെച്ചതാണ്. എന്നാൽ പോലും ഒന്നുകൂടെ നമുക്കതൊന്ന് നന്നായിട്ട് നമ്മുടെ ആ ഒരു പേസ്റ്റിലേക്ക് നന്നായിട്ട് വരുന്ന രീതിയിൽ ഒന്ന് വാട്ടിയെടുക്കാം. ഈ സമയത്തെല്ലാം ഫ്ലെയിം കുറച്ച് വെച്ചോളൂ കേട്ടോ. ഇതേ നമ്മുടെ മസാല ഒരുവിധം നന്നായിട്ട് ആ ഒരു പേസ്റ്റ് പരുവം ഞാൻ കാണിച്ചില്ലേ, അതുപോലെ ആയിട്ടുണ്ട്. അതിനുശേഷം മാത്രം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നേരത്തെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഒരു മസാല, നമ്മുടെ ഉള്ളിയൊന്നും അത്രത്തോളം നല്ല ഒരു പേസ്റ്റ് രീതിയിലേക്ക് വരത്തില്ല. അതുകൊണ്ട് എപ്പോഴും സവോള നല്ല രീതിയിൽ വെന്ത് വന്നതിന് ശേഷം മാത്രം തക്കാളി ചേർക്കാം. ഇതേ ഇപ്പോൾ ഞാൻ തക്കാളി കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി ഒരല്പം നേരം നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതേ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ഈ ഒരു മസാല ഈ രീതിയിൽ ചെയ്ത് കിട്ടും. അതിലേക്ക് ഇപ്പം ഞാൻ ആഡ് ചെയ്തത് തേങ്ങാപ്പാലിൻ്റെ 1-ാം പാൽ അല്ലെങ്കിൽ തലപ്പാലും കൂടെ ഒരു 4-5 കശുവണ്ടി കുതിർത്ത് വെച്ചിട്ട് അതുകൂടെ അരച്ചെടുത്ത കേട്ടോ. അപ്പോൾ ആ ഒരു പേസ്റ്റ് നമ്മൾ ചേർക്കുമ്പോൾ ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് വരും, നല്ലൊരു റിച്ച് ടേസ്റ്റ് വരും. അപ്പോൾ അത് നമ്മളതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പേസ്റ്റ് കണ്ടോ, ഈ ഒരു രീതിയിൽ വരണം മസാല. അപ്പോൾ അതിൽ ലാസ്റ്റ് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യേണ്ട പ്രൊസീജിയറാണ്. അപ്പോൾ നമ്മുടെ 2 സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഇനി 3-ാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കരിമീൻ എടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് ശരിക്കും ഷാലോ ഫ്രൈ ആണ്. ഒട്ടും ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കേണ്ട, ഒരല്പം എണ്ണ കാണുമ്പോൾ അറിയാൻ പറ്റും. ആ പാൻ്റെ താഴെ മാത്രം വരുന്ന രീതിയിൽ ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ 2-3 കതപ്പ് കറിവേപ്പില വെച്ച് കൊടുത്തു. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ മീൻ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്തോ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ അന്ന് ഈ പാൻ എടുത്തു. നോർമലി ഞങ്ങൾ മീൻ വറുക്കുന്ന പാൻ അല്ലായിരുന്നു അത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ വീട്ടിലെടുക്കുന്ന അതേ പാൻ തന്നെ ചെയ്യണം. എന്ന് വെച്ചാൽ ഈ മീനൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അതുപോലെ തന്നെ കരിമീൻ എപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ ഇട്ടാലും ആദ്യം ഒരു 2 മിനിറ്റ്സ് എങ്കിലും നമ്മൾ അത് അനക്കാനേ പോകരുത്. എങ്കിൽ മാത്രമേ നമുക്കത് പൊടിഞ്ഞു പോകാതെയൊക്കെ കിട്ടത്തുള്ളൂ. അത്രയും സോഫ്റ്റാണ് ഈ മീൻ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായാലും ഞാൻ എൻ്റെ പാൻ ഒന്ന് മാറ്റി വീട്ടിലെടുക്കുന്ന സാധാരണ ഒരു പാൻ വെച്ചു. അതിനുശേഷം ഞാനൊരു വാഴയില എടുത്തു. നന്നായിട്ട് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ താഴേക്ക് ആദ്യത്തെ ലെയർ നമ്മൾ ആ ഒരു മസാല വെച്ച് കൊടുത്തു. മസാല വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്കാണ് നമ്മുടെ മീൻ വെച്ച് കൊടുക്കാൻ പോകുന്നത്. മീൻ എടുക്കുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ചൊന്ന് വെന്താൽ മതി. ഒരു 2 മിനിറ്റ്സ് 3 മിനിറ്റ്സ് മാത്രമേ നമ്മൾ ഈ മീൻ വേവിക്കുന്നുള്ളൂ, ഫ്രൈ ചെയ്യുന്നുള്ളൂ. എന്നാൽ പോലും അത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, അത്ര സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ സൂക്ഷിച്ച് നമ്മുടെ എടുത്ത് വെച്ചേക്കുന്ന മസാലയുടെ മുകളിലേക്ക് മീൻ വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് അല്പം കൂടി മസാല തേച്ച് കൊടുക്കാം. ഇത്രയും കഴിഞ്ഞാൽ ഇനി വേറൊന്നുമില്ല. നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുത്തിട്ട് നമ്മുടെ വാഴയുടെ നാര് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് ഏതെങ്കിലും ഒരു വള്ളി വെച്ചിട്ട് നമുക്കതൊന്ന് കെട്ടി ഉറപ്പിക്കാം. ഇല്ലെങ്കിൽ നമ്മളിത് എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്കും, എണ്ണയിൽ ഒരുപാട് എണ്ണയെന്നല്ല, എന്നാൽ പോലും നമ്മൾ പാനിലേക്ക് ഇടുമ്പോൾ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഇരുമ്പ് ചട്ടി വെച്ചു. കുറച്ച് വലിയ ഇരുമ്പ് ചട്ടിയാണ് വെച്ചത്, കാരണം 2 എണ്ണം ഒരു സമയത്ത് നമുക്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അതിനകത്ത് കണ്ടല്ലോ, എണ്ണ അങ്ങനെ ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല, എങ്കിലും ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ്, 5 മിനിറ്റ് ഒരു ഭാഗവും 5 മിനിറ്റ് ഒരു ഭാഗവും വെച്ചിട്ട് നമുക്കിത് പൊള്ളിച്ചെടുക്കാം. പൊള്ളിച്ചെടുക്കുമ്പോഴത്തേക്കും എപ്പോഴും തീ ഒരു ലോ ടു മീഡിയം വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് സമയത്തിൽ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി. കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് നമുക്ക് ഏതൊരു ഹോട്ടലിലും പോയി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കൊക്കെ സെർവ് ചെയ്യാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും ടേസ്റ്റി ആവുന്നത് നമ്മൾ ആ ഒരു തേങ്ങാപ്പാലും പിന്നെ കാഷ്യൂ പേസ്റ്റും കൂടെ ചേർക്കുന്നുണ്ടാട്ടോ, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വെളിയിലേക്ക് അത് കൊണ്ടുവന്നിട്ട്, എല്ലാവരും വെളിയിൽ വെയിറ്റ് ചെയ്യായിരുന്നു സിറ്റ് ഔട്ടിൽ. അപ്പോൾ കൊണ്ടുവന്നു. അതിൻ്റെ നമ്മുടെ നാര് പതിയെ അഴിച്ചിട്ട് നമ്മൾ തുറന്ന് നോക്കാൻ പോവാണ്. നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് എന്തായെന്ന് കാണാം. വരുന്നുണ്ട്, കണ്ടോ? ഈ ഒരു രീതിയിലാണ് നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുള്ളത്.
വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. എന്ന് വെച്ചാൽ വീട്ടിലിപ്പോൾ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യണം. എപ്പോഴും നമ്മൾ നോർമലി ചെയ്യുന്നത് ചിക്കനോ അല്ലെങ്കിൽ മട്ടനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ നമുക്ക് കരിമീൻ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും വരുന്നവർക്ക് ഒരുപാട് ഇഷ്ടമാവും. അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. Stay tuned to Culture Cafe for more such videos. Thank you.